ഇസ്രയേൽ ഇറാനെ ആക്രമിച്ച സംഭവമാണ് ഇപ്പോൾ ലോകമെങ്ങും ചർച്ച ചെയ്യുന്നത്. അതിൽ ഇസ്രയേലിന്റെ തന്ത്രങ്ങൾ എന്ന് പറയുന്നത് ഇപ്പോൾ ലോകത്തെ ഞെട്ടിച്ചിരിക്കുകയാണ്. അതായത് ഇറാനുള്ളിൽ തന്നെ ഒരു സൈനിക കേന്ദ്രം അല്ലെങ്കിൽ ഡ്രോൺ വിക്ഷേപണ കേന്ദ്രം സജ്ജീകരിച്ചുകൊണ്ട് ഇറാനെ ആക്രമിച്ച മൊസാദിന്റെ തന്ത്രം എല്ലാവരെയും അത്ഭുതപ്പെടുത്തി. കാരണം 200ഓളം യുദ്ധവിമാനങ്ങളാണ് ഇസ്രയേലിൽ നിന്ന് ഇറാനിലേക്ക് പറന്നു ചെല്ലുകയും അവിടുത്തെ സൈനിക മേധാവി ഉൾപ്പെടെ പട്ടാളത്തിൻ്റെയൊക്കെ തലപ്പത്തുള്ള 4 സുപ്രധാന ഉദ്യോഗസ്ഥരെ വധിക്കുകയും ചെയ്തത്. അപ്പം വളരെ തന്ത്രപ്രധാനമായ രീതിയിൽ ഇത്തരമൊരു ആക്രമണം നടത്തുന്നു. പ്രിസൈസ് അറ്റാക്ക് എന്നൊക്കെ നമുക്ക് പറയാം. ഇങ്ങനെ ആക്രമണം നടത്തുമ്പോൾ രാത്രി കാലങ്ങളിൽ ഇവർ എവിടെയാണ് ഉണ്ടായിരുന്നത്, ആണവ ശാസ്ത്രജ്ഞന്മാർ എവിടെയാണുള്ളത്, ഇതൊക്കെ കൃത്യമായി മനസ്സിലാക്കി. അതായത് ഇസ്രയേലിൽ നിന്ന് ആയുധങ്ങൾ വാഹനങ്ങളിലൂടെ കടത്തി ഇറാനിലെത്തിക്കുന്നു. എന്നിട്ട് മൊസാദിൻ്റെ ഏജന്റുമാർ, മൊസാദിൻ്റെ കമാൻഡോകളൊക്കെ തന്നെ ഈ ടെഹ്റാൻ്റെ തൊട്ടടുത്തുള്ള ഒരു കെട്ടിടത്തിൽ ഒരു ഡ്രോൺ വിക്ഷേപണ കേന്ദ്രം സജ്ജീകരിക്കുന്നു. അതായത് എപ്പോൾ വേണമെങ്കിലും ഉപയോഗിക്കാൻ കഴിയുന്ന രീതിയിൽ ഒരു ഡ്രോൺ വിക്ഷേപണ കേന്ദ്രം സജ്ജീകരിച്ചിട്ട് പോലും അവിടെയുള്ള ഇറാൻ്റെ ഈ റവല്യൂഷണറി ഗാർഡോ അല്ലെങ്കിൽ മറ്റ് രഹസ്യാന്വേഷണ സംഘത്തിനോ ഒന്നും അത് തിരിച്ചറിയാൻ കഴിയുന്നില്ല. അപ്പം ട്രോജൻ യുദ്ധമുറയെ അനുസ്മരിപ്പിക്കുന്ന രീതിയിലാണ് ഇസ്രയേൽ ഈ നീക്കം നടത്തിയത്. നമുക്കറിയാം, ഗ്രീക്ക് പുരാണവുമൊക്കെയായി ബന്ധപ്പെട്ട് ഇതിന് വളരെ പ്രാധാന്യമുണ്ട്. അതുപോലെ തന്നെയാണ് ഈ പറയുന്ന പേജർ ആക്രമണം നടത്തിയത്. പേജർ ആക്രമണം നടത്തിയപ്പോൾ ഇതുപോലെ ഉള്ളിലേക്ക് കടന്നു കയറുള്ള ഒരു അറ്റാക്ക് നടത്തുന്നു. അങ്ങനെ ഈ മൊസാദിൻ്റെ കമാൻഡോകളുടെ ഒരു തന്ത്രത്തെ ഫലപ്രദമായി തടയാൻ ഇറാന് സാധിക്കാത്തത് കൊണ്ടാണ് അവരുടെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെല്ലാം തന്നെ നിശ്ചലമായത്. എന്ന് പറഞ്ഞാൽ ഈ അതായത് വ്യോമ പ്രതിരോധമൊക്കെ തയ്യാറാക്കാൻ വേണ്ടി അല്ലെ സജ്ജമാകാൻ വേണ്ടി നിൽക്കുന്ന ആ ഉപകരണങ്ങളെ മുഴുവൻ നിശ്ചലമാക്കിയത് ഇറാനുള്ളിൽ ഇസ്രയേൽ തയ്യാറാക്കിയ ഡ്രോൺ വിക്ഷേപണ കേന്ദ്രത്തിൽ നിന്നുള്ള ഓപ്പറേഷനാണ്. അപ്പം മൊസാദിൻ്റെ ചാരന്മാരും കമാൻഡോകളും ഒക്കെ തന്നെ ഇത്തരത്തിലുള്ള ഒരു നീക്കം നടത്തി. അതുകൊണ്ടാണ് 200ഓളം യുദ്ധവിമാനങ്ങൾ വന്നിട്ടും ഒരു യുദ്ധവിമാനത്തെ പോലും അവർക്ക് ആക്രമിച്ച് നശിപ്പിക്കാനോ അല്ലെങ്കിൽ ആ ആക്രമണത്തെ പ്രതിരോധിക്കാനോ ഇറാന് സാധിക്കാതിരുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള തന്ത്രം വെച്ച് മുന്നേറിയതോടുകൂടി ലോകരാജ്യങ്ങൾക്ക് മുമ്പിൽ ബെഞ്ചമിൻ നെതന്യാഹുവിനെ നെഞ്ചുവിരിച്ച് നിൽക്കാൻ കഴിഞ്ഞു. മാത്രവുമല്ല, നെതന്യാഹുവിനെതിരെ പ്രതിപക്ഷം അവിടെ വലിയ പ്രക്ഷോഭവും പ്രശ്നങ്ങളുമൊക്കെ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് കൂടാതെ തന്നെ അവിടെ എന്തെങ്കിലും തരത്തിലുള്ള ഒരു ഏറ്റുമുട്ടലിൻ്റെ ഒരു സാഹചര്യം, അതായത് ജനങ്ങൾ തമ്മിലൊക്കെ ഉണ്ടാകുമായിരുന്നു. അതായത് നെതന്യാഹുവിനെതിരായിട്ട് തിരിയുകയും ചെയ്യും. അത് ഒഴിവാക്കാൻ വേണ്ടി തന്ത്രപരമായ നീക്കങ്ങൾ നെതന്യാഹു നടത്തി. അതാണ് ഒരു രാഷ്ട്രീയക്കാരൻ്റെ ചാതുര്യത്തോടുകൂടി ഈ ട്രംപിൻ്റെ പോലും അനുമതിയില്ലാതെ എന്ന രീതിയിൽ ഇസ്രയേൽ ഇറാനെ ആക്രമിച്ചത്. കാരണം ഇറാൻ ഒരു ആണവ സമ്പുഷ്ടീകരണമൊക്കെ പൂർത്തിയാക്കി ആണവ രാജ്യമായി മാറിയാൽ ഏറ്റവും വലിയ ഭീഷണി ഉണ്ടാകുന്നത് ജൂതരാജ്യമായ ഇസ്രയേലിനായിരിക്കും. അതൊഴിവാക്കുക. അപ്പോൾ പതിറ്റാണ്ടുകളായി ഇവർ തയ്യാറാക്കിയ ഒരു തിരക്കഥ കൃത്യമായിട്ട് ഇപ്പോൾ നടപ്പാക്കിയെന്നേ പറയാൻ പറ്റുള്ളൂ. കാരണം അമേരിക്കയും ഇറാനും തമ്മിൽ ആണവ നിരായുധീകരണം സംബന്ധിച്ച് ഏതാണ്ട് 5 ഘട്ടങ്ങളിലായിട്ട് ചർച്ച നടത്തിയതാണ്. ഈ 5 ഘട്ട ചർച്ചയും പരാജയപ്പെട്ടു പോയി. അതിനുശേഷമാണ് 6ാം ഘട്ട ചർച്ച ഞായറാഴ്ച നടക്കാനിരിക്കുന്നത്. ഈ ചർച്ചയും പരാജയമാകുമെന്ന് ഉറപ്പാണ്. കാരണം ആയത്തുള്ള അലി ഖമനേയി പറഞ്ഞിരിക്കുന്നു, ഞങ്ങളുടെ രാജ്യത്ത് ഞങ്ങൾ യുറേനിയം സമ്പുഷ്ടീകരണം നടത്തുന്നത് ഞങ്ങളുടെ ഊർജ്ജ പദ്ധതികൾക്ക് വേണ്ടി, ആരോഗ്യ മേഖലയിലെ അല്ലെങ്കിൽ മെഡിക്കൽ മേഖലയുടെയൊക്കെ വികാസത്തിന് വേണ്ടി, ഗവേഷണത്തിന് വേണ്ടിയാണ്. മാത്രമല്ല, ഞങ്ങളുടെ രാജ്യത്ത് എന്ത് ഗവേഷണം നടത്തണം, എന്ത് പ്രോജക്റ്റുകൾ നടപ്പാക്കണമെന്ന് തീരുമാനിക്കാൻ അമേരിക്ക ആരാണ്? അപ്പോൾ ഖമനേയി കൃത്യമായ വെല്ലുവിളി ഉയർത്തുകയായിരുന്നു. ഇത് തന്നെയാണ് ഇപ്പോഴും സംഭവിച്ചിരിക്കുന്നത്. അതായത് ഇസ്രയേൽ ഇറാന് നേരെ ആക്രമണം നടത്തിയപ്പോഴും ഖമനേയി പറഞ്ഞത് വളരെ വിഷമകരമായ, വളരെ കയ്പേറിയ ഒരു തിരിച്ചടിക്ക് ഇസ്രയേൽ തയ്യാറെടുത്തുകൊള്ളും. ഇത് പറഞ്ഞതിന് ശേഷം ഇറാനും ആക്രമണം നടത്തി. അതായത് ടെൽ അവീവ് എന്ന് പറയുന്ന ഇസ്രയേലിൻ്റെ തലസ്ഥാനത്തേക്ക്, അതുപോലെ തന്നെ ജെറുസലേം എന്ന് പറയുന്ന പൗരാണിക നഗരത്തിലേക്കൊക്കെ ആക്രമണം നടത്തി. അവിടുത്തെ നിരവധി കെട്ടിടങ്ങൾക്കൊക്കെ കേടുപാട് സംഭവിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ മിസൈൽ ആക്രമണവും ഡ്രോൺ ആക്രമണവും ഒക്കെ നടത്തിയപ്പം അയൺ ഡോം ഉൾപ്പെടെയുള്ള പ്രതിരോധ സംവിധാനങ്ങൾ ഉപയോഗിച്ച് ഇസ്രയേൽ അതിനെ തടഞ്ഞുവെങ്കിലും കുറേ മിസൈലുകളൊക്കെ അതിനെയൊക്കെ അപ്പുറത്തേക്ക് ചെന്ന് വീണ് ഇസ്രയേലിൽ നാശനഷ്ടമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത്തരത്തിൽ നാശനഷ്ടം ഉണ്ടായതോടുകൂടി ഇസ്രയേൽ ജനത കൂടുതൽ പിന്തുണയുമായിട്ട് നെതന്യാഹുവിൻ്റെ പിന്നിൽ അണിനിരക്കുകയാണ്. അപ്പോൾ നേരത്തെ തന്നെ ഇസ്രയേൽ അവിടെ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരുന്നു. ജനങ്ങളോട് ബങ്കറിനുള്ളിലേക്ക് മാറി നിൽക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. ഒരു കാരണവശാലും പൊതുസ്ഥലങ്ങളിൽ കൂട്ടം കൂടുന്ന ഒരു നടപടിയിലേക്ക് കടക്കരുതെന്ന് പറഞ്ഞിരുന്നു. ഇതനുസരിച്ച് ഇസ്രയേൽ ജനത മുന്നേറുന്നു.
അപ്പോൾ ഈ നെതന്യാഹുവിനെതിരെ അവിടെ ഒരു കേസ് വരുന്നു, പ്രതിപക്ഷം പ്രശ്നങ്ങളുമായിട്ട് മുന്നോട്ട് വരുന്നു, ആഭ്യന്തരമായ പ്രശ്നങ്ങളുടെ ഒരു സൂചന വരുന്നു. ഇതിനെയൊക്കെ ഒറ്റയടിക്ക് ഒരു രാഷ്ട്രീയ നയതന്ത്രജ്ഞൻ്റെ ബുദ്ധിയോടുകൂടി കൈകാര്യം ചെയ്യാൻ ഇവിടെ നെതന്യാഹുവിന് കഴിഞ്ഞു. ഇതിനിടയിൽ ഇറാൻ്റെ ആക്രമണങ്ങളെയൊക്കെ ഞങ്ങൾ ചെറുത്തുവെന്നും കുറച്ച് ആക്രമണങ്ങളൊക്കെ ഞങ്ങളുടെ രാജ്യത്തുണ്ടായെന്നും ഇസ്രയേലും സമ്മതിക്കുന്നുണ്ട്. അപ്പോൾ ഇസ്രയേലിൻ്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഇറാൻ ഇനി കൂടുതൽ ആയുധങ്ങൾ ഉപയോഗിക്കുമെന്നുള്ളതാണ്. കാരണം അവരുടെ എയർക്രാഫ്റ്റ് എന്ന് പറയുന്നത് ഷാ ഭരണകാലത്തുള്ളതാണ്, 1979 മറ്റോ മേടിച്ചതാണ്. അമേരിക്ക അന്ന് നൽകിയ ഈ യുദ്ധവിമാനങ്ങളുടെ പാർട്സ് പോലും ഇപ്പോൾ ഇവർക്ക് മാറ്റി വാങ്ങാൻ പറ്റുന്നില്ല. കാരണം അമേരിക്ക കുറേ കാലമായി ഇറാന് മേൽ ഉപരോധം ഏർപ്പെടുത്തിയിരിക്കുകയാണ്. അതുകൊണ്ട് ഇവർ വലിയ പ്രതിസന്ധിയിലാണ്. പക്ഷേ റഷ്യയുമായിട്ടുള്ള അടുപ്പം മൂലം റഷ്യ കുറച്ച് ആയുധങ്ങളൊക്കെ നൽകുന്നുണ്ട്. റഷ്യയും ഉക്രൈനും തമ്മിലുള്ള യുദ്ധത്തിൽ റഷ്യ ഉപയോഗിച്ച ഡ്രോണുകൾ ഇറാൻ നൽകിയതായിരുന്നു. അപ്പോൾ തിരിച്ചു ഒരു ഉപകാരമുണ്ട്. അതുപോലെ ചൈനയും കുറച്ച് ആയുധങ്ങളൊക്കെ നൽകി. പക്ഷേ ചൈനയുടെ ആയുധങ്ങൾക്ക് എത്രത്തോളം ശക്തി ഉണ്ടെന്ന് ഇന്ത്യ പാക് സംഘർഷത്തിൽ നാം കണ്ടതാണ്. എന്നിരുന്നാലും ഇത്തരത്തിലുള്ള ചില സഹായങ്ങൾ ഇറാനിൽ ലഭിക്കുന്നു. ഇവിടെ ബെഞ്ചമിൻ നെതന്യാഹു ഫ്രഞ്ച് പ്രസിഡന്റുമായിട്ട് ഇന്ത്യൻ പ്രധാനമന്ത്രിയുമായിട്ടൊക്കെ ഫോണിൽ സംസാരിച്ചു എന്നുള്ള കാര്യം ലോകം അറിഞ്ഞു. അതിൽ ഏറ്റവും നിർണായകം ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ബെഞ്ചമിൻ നെതന്യാഹു ഫോണിൽ സംസാരിച്ചു എന്നുള്ളതാണ്. അപ്പോൾ ഇന്ത്യയും ഇസ്രയേലും തമ്മിലുള്ള സൈനിക സഹകരണ കരാർ എത്രയോ കാലമായിട്ടുള്ളതാണ്. നമുക്കവർ GPS ഉൾപ്പെടെയുള്ള സഹായങ്ങൾ നൽകി. അമേരിക്ക ആയുധം നൽകായിരുന്നപ്പോൾ ഇന്ത്യ കപ്പലിൽ വൻതോതിൽ ആയുധം ഇസ്രയേലിൽ എത്തിച്ചു കൊടുക്കുകയും ഗസയിൽ ആക്രമണം നടത്താൻ സഹായിക്കുകയും ഒക്കെ ചെയ്തു. കൂടാതെ ഇപ്പോൾ ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ, മിസൈൽ സംവിധാനം, ഇതൊക്കെ വാങ്ങാനായിട്ട് പുതിയൊരു കരാറിലേക്ക് ഇസ്രയേൽ നീങ്ങുന്നു. ഒപ്പം തന്നെ ഇറാനുമായിട്ടും ഇന്ത്യക്ക് മോശമല്ലാത്ത ബന്ധമാണ്. എത്രയോ കാലമായി ഇന്ത്യയും ഇറാനും തമ്മിൽ എണ്ണ വ്യാപാരം നടത്തുന്നു. കൂടാതെ ഇറാൻ്റെ കൈവശമുള്ള ചാബഹാർ തുറമുഖം ഇപ്പോൾ ഇന്ത്യക്കാണ് വിട്ടു നൽകിയിരിക്കുന്നത്. ലോകത്ത് ചൈനയ്ക്ക് ഉൾപ്പെടെ അവർക്ക് വേണമെങ്കിൽ നൽകാമായിരുന്നു. പക്ഷേ ഇന്ത്യയുമായുള്ള ബന്ധം വെച്ചിട്ട് നമുക്ക് വിട്ടു തന്നാണ്. പാകിസ്ഥാനെതിരെ ഇടയ്ക്കിടയ്ക്ക് മിസൈൽ ആക്രമണം നടത്തുന്നത് ഇറാനാണ്. അങ്ങനെ ഇറാനുമായിട്ടും നമുക്ക് നല്ല ബന്ധമുണ്ട്, ഇസ്രയേലുമായിട്ടും ബന്ധമുണ്ട്. പക്ഷേ ഇവിടെ ഇറാൻ ടെഹ്റാനിലേക്കും അതുപോലെ തന്നെ ടെല്ലവീവിലേക്കും അതുപോലെ തന്നെ ജെറുസലേമിലേക്കും ആക്രമണം നടത്തിയതോടുകൂടി ബെഞ്ചമിൻ നെതന്യാഹുവും മോദിയും തമ്മിലുള്ള ഫോൺ സംഭാഷണത്തിന് പ്രാധാന്യമേറി. എന്ന് വെച്ചാൽ ഇന്ത്യ ഒരുപക്ഷെ കൂടുതൽ ആയുധങ്ങളൊക്കെ നൽകി ഇവരെ സഹായിക്കുമോ എന്നുള്ള ഒരു ആശങ്ക, എന്നുള്ള ഒരു ടെൻഷൻ ഇപ്പോൾ നിലവിൽ അവർക്കുണ്ട്. ആ രീതിയിൽ ഇന്ത്യ മുന്നേറുമോ എന്നുള്ളതിന് കൃത്യമായ മറുപടിയൊന്നും പറഞ്ഞില്ല. എന്തായാലും മധ്യ ഇറാനിലെ വിമാന വേദ സംവിധാനങ്ങളെല്ലാം തകർത്ത മൊസാദ് കമാൻഡോകളുടെ തന്ത്രമാണ് ഇപ്പോൾ ലോകത്ത് ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെടുന്നത്. ഒരു ശസ്ത്രക്രിയ നടത്തുന്ന വൈദഗ്ധ്യത്തോടെ കൃത്യമായ സ്ഥലങ്ങൾ പ്ലാൻ ചെയ്ത് ടാർഗറ്റ് ചെയ്തുള്ള ആക്രമണമാണ് ഇസ്രയേൽ നടത്തിയത്. അതുകൊണ്ട് തന്നെ ഇറാൻ ആക്രമണത്തിൽ നിന്ന് പിന്മാറുന്നില്ല. അയത്തുള്ള അലി ഖമനേയി പറഞ്ഞിട്ടുണ്ട്, ശക്തമായി ഞങ്ങൾ തിരിച്ചടിക്കുമെന്ന്. അങ്ങനെയാണെങ്കിൽ പശ്ചിമേഷ്യ വീണ്ടും സംഘർഷഭരിതമാകും. ഇനി ലോക രാജ്യങ്ങൾ രണ്ടായി അണിനിരക്കുമോ? കാരണം ഈ ആക്രമണം തുടർന്നു കഴിഞ്ഞാൽ ട്രംപ് അല്ലെങ്കിൽ അമേരിക്ക ഇസ്രയേലിനൊപ്പം ചേർന്ന് ശക്തമായ ഒരു ആക്രമണത്തിന് മുതിരാൻ സാധ്യതയുണ്ട്. അങ്ങനെ വന്നാൽ റഷ്യ ഇറാനൊപ്പം ചേരുമോ, ഇതിനെ പ്രതിരോധിക്കുമോ എന്നാണ് ലോകം ഉറ്റുനോക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരുപക്ഷെ മൂന്നാം ലോക യുദ്ധത്തിനുള്ള സാധ്യതകളുടെ തുടക്കവും ഇവിടെ കുറിക്കപ്പെടുകയാണ്. അത്തരത്തിലുള്ള ആശങ്കാജനകമായ കാര്യങ്ങളൊന്നും സംഭവിക്കാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.